ഞാൻ ഒരു കാര്യം ചെയ്യാവേ, ഞാനൊരു ഒരു ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര് കാണിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോടൊന്ന് പറയണം. ഓക്കെ, എക്സാക്ട്ലി. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി അല്ലെങ്കിൽ മൈ എനർജി. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലേക്ക് വന്നത്? അത് വന്നു. വേറെന്താ വന്നേ? സച്ചിൻ മാത്രമാണോ? സച്ചിൻ വന്നിട്ടുണ്ടാവും, ധോണി വന്നിട്ടുണ്ടാവും, വിരാട് കോഹ്ലി വന്നിട്ടുണ്ടാവും. റൈറ്റ്? ഇത് മാത്രമാണോ വന്നത്? ഇനി എന്താ വന്നത് മനസ്സിൽ? ഇതിന്റെ പാക്കിങ് വന്നിട്ടുണ്ടാവും, കളറ് വന്നു, ഇതിന്റെ ആ സ്പോട്ടിനെസ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ വന്നു നമുക്ക്. റൈറ്റ്? ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു എനർജി നമുക്ക് ഫീൽ വന്നു, അല്ലേ? റൈറ്റ്? നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആ ഫീലിംഗ് ഇല്ലേ, ഈ ഫീലിംഗ് ആണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ബ്രാൻഡ് ഇസ് എ പേഴ്സൺസ് ഗട്ട് ഫീലിംഗ് അബൌട്ട് എ പ്രോഡക്റ്റ്, സർവീസ് ഓർ ഓർഗനൈസേഷൻ. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഹേർട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതാണ് ഒരു ബ്രാൻഡ്. നമ്മൾ ചുമ്മാ പേരിട്ട ബ്രാൻഡാവോ? ഇത് നാട്ടുകാരുടെ മനസ്സിലെത്തണം. റൈറ്റ്? ഇതാണ് ബ്രാൻഡ്.